എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഇത് നമ്മൾ ജൂട്ട് ത്രെഡും ക്വില്ലിംഗ് പേപ്പേഴ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബോട്ടിൽ എടുക്കുക, നല്ല വൃത്തിയാക്കുക, ക്ലീൻ ആക്കുക. അതിനുശേഷം നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് നല്ലതായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ക്വില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി ബോട്ടിലൊക്കെ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൻ്റെ അടിവശം ബോട്ടം പാർട്ട് നിങ്ങൾക്ക് വെറുതെ വിടാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അടിവശം കൂടി ഞാൻ ഇതേപോലെ കുറച്ച് കഷ്ടപ്പെട്ട് ജൂട്ട് ത്രെഡ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നെക്ക് ഭാഗവും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്വില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ക്വില്ലിംഗ് പേപ്പേഴ്സ്, അത് 3 mm ഉള്ള ക്വില്ലിംഗ് പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമ്മൾ വൈറ്റ് പോർഷൻ നമുക്ക് 3/4 ഭാഗം വേണം, 3/4 ഭാഗങ്ങൾ വേണം. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് അതൊരു 1/4 ഭാഗം എടുത്ത് ഇതുമായിട്ട് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. അതൊരു 2 ഡബിൾ കളേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ക്വില്ലിംഗ് ടൂൾ ഉപയോഗിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപയോഗിച്ചിട്ട് നമ്മൾ നല്ല ഒരു ടൈറ്റ് ആയിട്ടുള്ള കോയിൽസാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ കുറച്ചേറെ കോയിൽസ് വേണം, കാരണം നമ്മളത് ലെറ്റർ ലവ് എന്നുള്ള വേർഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജൂട്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറേ ടൈറ്റ് കോയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഓറഞ്ച് വലിയ സ്ട്രിപ്പ് എടുത്തിട്ട് വൈറ്റ് ചെറിയ സ്ട്രിപ്പ് എടുത്ത് വേറെ ഇങ്ങനെയും കൂടി കുറച്ചും കൂടി നമുക്ക് കോയിൽസ് ഉണ്ടാക്കണം, ടൈറ്റ് കോയിൽസ് ഉണ്ടാക്കണം. അതിനുശേഷം നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓറഞ്ചും വൈറ്റും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ലൂസ് കോയിൽ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ 2 സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പെറ്റൽ കിട്ടും നമുക്ക്. കണ്ടോ, ഇതേപോലെ കുറച്ചേറെ പെറ്റൽസ് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഞാൻ ആ ബോട്ടിൽ ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോയിൽസൊക്കെ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ എൽ എന്ന ലെറ്റർ ഞാൻ ആ ടൈറ്റ് കോയിൽസ് ആദ്യം ഉണ്ടാക്കിയ ടൈറ്റ് കോയിൽസ് വെച്ച് ഫിൽ ചെയ്തു. രണ്ടാമത് നമുക്കിനി ഒരു ഫ്ലവറാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എല്ലാ പെറ്റൽസും വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണേ. ആദ്യം ഒരു ലെയർ ഉണ്ടാക്കി, ഇനി അതിൻ്റെ ഇടയിലും കൂടി നമ്മൾ ഓരോ പെറ്റൽസ് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു നല്ല ഫ്ലവറായിട്ട് വരും. എന്നിട്ട് നടുക്കൊരു ഹാഫ് പേളും കൂടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും. കണ്ടില്ലേ, ഇപ്പോൾ അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ നമുക്ക് കിട്ടി. അത് ഞാനവിടെ ഓയുടെ പ്ലേസിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വി ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ എല്ലാ ടൈറ്റ് കോയിൽസും വെച്ചിട്ട് ഞാൻ വിയും റെഡിയാക്കി. ഇനി അടുത്തത് ഇയും ഇതേ സെയിം പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ബോട്ടിലിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തും കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഈ നൂലുണ്ടല്ലോ, ഒരു വൈറ്റ് കളറ് പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ, അതാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് നമുക്ക് ഓരോ ഹാർട്ടും കൂടി ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. 2 ലൂസ് കോയിൽസ് ഉപയോഗിച്ചിട്ടുള്ള നോർമൽ പെറ്റൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.